പ്രിയപ്പെട്ടവരെ, സംസ്ഥാന സർക്കാരിനെതിരെ വി.ഡി. സതീശൻ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം ആമുഖത്തിൽ വളരെ വ്യക്തമായി അവരുടെ പ്രതിഷേധത്തെ അറിയിച്ചിരിക്കുന്നു. വളരെയധികം അഭിനന്ദനം അറിയിക്കുകയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ മുഖപത്രത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ബി.ജെ.പിയുടെ ചട്ടുകമായി മാറുന്നു. ബി.ജെ.പിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ ഒരു വരി പോലും പറയാൻ ഇന്ന് വി.ഡി. സതീശനോ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട ഈ സർക്കാരോ തയ്യാറാവുന്നില്ല എന്ന് പച്ചക്ക് എഴുതിയിരിക്കുകയാണ്. നിലപാട് എന്നാൽ ഒളിച്ചുകളിയല്ല എന്നുള്ളതാണ് സുപ്രഭാതം ഓർമ്മിപ്പിക്കുന്നത്. സുപ്രഭാതം പറയുകയാണ്, നയപ്രഖ്യാപനത്തിൽ ധവളപത്രം ഇറക്കിയതിൽ ഒരു വരി പോലും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു വിമർശനം വരാതിരിക്കാൻ വേണ്ടി പരമാവധി ജാഗ്രത പുലർത്തി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ, തുറന്നെഴുതാൻ സമസ്ത മുഖപത്രമായ സുപ്രഭാതം തയ്യാറായിരിക്കുന്നു. നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തെ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മതസംഘടനയുടെ പത്രമായ സുപ്രഭാതം അത് തുറന്ന് എഴുതാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. സംസ്ഥാന സർക്കാരിന് അർഹമായ വിഹിതം, കേന്ദ്ര വിഹിതം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ഈ ഗവൺമെന്റ് വന്നപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ എന്തുകൊണ്ട് ഇപ്പോഴത്തെ UDF സർക്കാർ ഒരു വരി പോലും, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ള വസ്തുതാപരമായ ചോദ്യം ഉന്നയിക്കുകയാണ് സുപ്രഭാതം. നമ്മളൊക്കെ പറയാറുണ്ട്, കേന്ദ്ര സർക്കാരുമായി BJP-യുമായിട്ടുള്ള ഡീലുണ്ടോ എന്നുള്ളത് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇവരെ പറഞ്ഞു വെച്ച ആ ഒരു സാഹചര്യത്തിലേക്കാണ് സുപ്രഭാതം ചോദിക്കുകയാണ്, അങ്ങനെ പച്ചയായി വിഹിതം തടഞ്ഞു വെച്ചത് നിലനിൽക്കെ എന്തുകൊണ്ടാണ് അവരെ വിമർശിക്കാൻ ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. മാത്രവുമല്ല, ഗവർണറുടെ അമിതാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഈ സർക്കാർ തയ്യാറാവുന്നില്ല. സിൻഡിക്കേറ്റിൽ 30-ൽ 19 സംഘപരിവാര ആശയക്കാരെ തിരികെ കയറ്റിയതിനെതിരെ കാമാന്നൊരക്ഷരം മിണ്ടാതെ, മാത്രവുമല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിനെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്ന് സുപ്രഭാതം ചൂണ്ടിക്കാണിക്കുകയാണ്. സത്യമല്ലേ അത്? ആലോചിച്ചു നോക്കൂ, ഗവർണറുടെ അമിതാധികാരത്തെ, ഇങ്ങനെ സംഘപരിവാര ആശയക്കാരെ 30-ൽ 19 തിരികെ കയറ്റിയത് പുറത്തു വന്നിട്ട് പോലും അതിനെതിരെ കാമ എന്നൊരക്ഷരം മിണ്ടാതെ മൗനമായി നിൽക്കുന്ന ഇവരുടെ ചെയ്തികളെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടും അതിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാതെ പിന്നീട് അതിനെ ന്യായീകരിച്ചു വരുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കേരളം കണ്ടിട്ടുണ്ട് എങ്കിൽ ഇത് എന്തിലേക്കാണ്, ആർക്കാണ് ഇവിടെ ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സുപ്രഭാതം ചോദിക്കുകയാണ്. മാത്രവുമല്ല, PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് കഴിഞ്ഞ സർക്കാരും പറഞ്ഞു, ഇപ്പോൾ വന്ന UDF സർക്കാരും പറയുന്നുണ്ട് എങ്കിലും എന്തുകൊണ്ട് അത് തുറന്ന് പറഞ്ഞുകൊണ്ട്, അതിൻ്റെ ഒളിച്ചുകളി മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ കൃത്യമായി സമൂഹത്തിൽ അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യത്തെയും സുപ്രഭാതം ചോദിക്കുകയാണ്. അതിലെ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ജനങ്ങളോട് ഈ വിഷയത്തെ തുറന്നു പറയാൻ ഈ സർക്കാർ തയ്യാറാകണം. നിലപാടെന്നാൽ ഒളിച്ചുകളിയല്ല എന്നുള്ളത് സുപ്രഭാതം ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, മറ്റൊരു കാര്യം പറയുന്നു, പ്രതിപക്ഷമായിരുന്നപ്പോൾ പലതിനെയും എതിർക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്ത പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ പലതും നടപ്പിലാക്കാൻ, ആ എതിർത്തതൊക്കെ നടപ്പിലാക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നു. ഇത് ഇരട്ടത്താപ്പല്ലേ എന്നുള്ള ആ ചോദ്യം കൂടി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പച്ചക്ക് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വെച്ചത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സമുദായ സംഘടനയായ ഇ.കെ. സമസ്തയുടെ സുപ്രഭാതം എന്ന് പറയുന്ന പത്രത്തിന് പോലും, അതിലൂടെ ആ സംഘടനക്ക് പോലും തുറന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിൻ്റെ ഭരണം
മാറിയിരിക്കുന്നു മൗനം. കേന്ദ്ര സർക്കാരിനെതിരെ, BJPക്കെതിരെ, BJPയുടെയും സംഘപരിവാറിൻ്റെയും ആളുകളെ കുത്തിനിറച്ചാലും അതിനൊക്കെ മൗനമായി നിൽക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായി തുറന്ന് എഴുതേണ്ട ഒരവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ മതസംഘടനയായ സമസ്തക്ക് പോലും എത്തിച്ചേരേണ്ടിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.